പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. സ്വന്തം രാജ്യത്തെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു എന്നൊരൊറ്റ കാരണത്തിൻ്റെ പേരിൽ RSSൻ്റെയും BJPയുടെയും കണ്ണിലെ കരടായി ഗാന്ധി കുടുംബം മാറാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളേറെ കഴിഞ്ഞു. ചരിത്രം ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട ഒന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരായിരുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ രക്തസാക്ഷികളായി മാറാൻ കാരണവും അതുതന്നെ. ഗാന്ധി കുടുംബത്തിന് രാജ്യത്തോടുള്ള കൂറ്. ഒരു ചെരുപ്പ് നക്കിയുടെ മുന്നിലും അടിയറവ് വയ്ക്കാനുള്ളതല്ല ഗാന്ധി കുടുംബത്തിന് സ്വന്തം രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് അന്ന് രാഹുൽ ഗാന്ധി ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ഞാൻ രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ സവർക്കറല്ല എന്ന്. ഞാൻ രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ സവർക്കറല്ല എന്ന ഈ ഒരു വാക്ക് BJP പാളയത്തിലുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. ഇന്നും രാഹുൽ ഗാന്ധിയെ അതിൻ്റെ പേരിൽ BJP ആക്രമിക്കുമ്പോൾ ഒരു കാര്യം BJPക്കാർ മനസ്സിലാക്കണം. അന്ന് പാർലമെൻറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയപ്പോൾ ഇരട്ടി പവറോടെ രാഹുൽ ഗാന്ധി തിരിച്ചു വന്നതുപോലെ ഈ സമയവും രാഹുൽ കടന്നു പോകും. നിങ്ങൾക്കൊരു പക്ഷേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാവും, സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വീട്ടുതടങ്കലിലാക്കാനാവും. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എടുത്തു കളയാനാവില്ല. ഞങ്ങൾക്ക് അത്രമേൽ വിശ്വാസമുള്ള ഒരു നേതാവ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങളെ മനസ്സിലാക്കാൻ, ഞങ്ങളെ സ്നേഹിക്കാൻ വെയിലും മഴയും മഞ്ഞും ചൂടും ഒന്നും കാര്യമാക്കാതെ അങ്ങ് കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ നടന്ന നേതാവിനെ നിങ്ങൾ BJPയും RSSും ചേർന്ന് കളിയാക്കിയപ്പോൾ നിങ്ങൾക്ക് മിച്ചം കിട്ടിയത് തൂക്കുസഭയാണ്. ഇനിയും നിങ്ങൾ RSSും BJPയും രാഹുൽ ഗാന്ധിയെ ഉപദ്രവിക്കുന്നുവോ, എത്രത്തോളം ഉപദ്രവിക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായി ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം അത്രമേൽ വലുതാണ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ ഇത്രയേറെ സ്നേഹിക്കാൻ കാരണം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രധാനമന്ത്രി തന്നെയാണ്. കോൺഗ്രസിൻ്റെ രാജകുമാരൻ എന്ന് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചു. അതുവരെ പപ്പു, അമുൽ ബേബി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആൾ അവസാനം രാജകുമാരൻ എന്ന് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചു. ഇനി പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ രാജകുമാരൻ എന്ന ആ പേരു മാറ്റി രാജ്യത്തിൻ്റെ രാജകുമാരൻ എന്ന് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കാൻ അധിക കാലതാമസം ഇല്ല എന്ന് തന്നെ പറയാം. ഏതൊരു പ്രതിസന്ധിയെയും ചെറുപുഞ്ചിരിയോടെയും ക്ഷമയോടെയും നേരിടുന്ന രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാം. പക്ഷേ വാശി പിടിക്കരുത്. വാശി പിടിച്ചാൽ മിച്ചം വയ്ക്കാൻ തൂക്കുസഭ പോലും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.